ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തണ്ണിമത്തൻ്റെ ജ്യൂസുമായിട്ടാണ്. തീർത്തും വെറൈറ്റി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്തതെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ ചേർത്ത് കൊടുക്കാം. കുരുവെല്ലാം ഒഴിവാക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് പാലൊഴിച്ച് കൊടുക്കണം. ഞാൻ സാധാരണ പാലല്ല എടുത്ത് തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ തേങ്ങാപ്പാലൊഴിച്ച് ജ്യൂസ് തയ്യാറാക്കിയ നല്ലൊരു ടേസ്റ്റാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഐസ്ക്രീമും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഐസ്ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പം മറ്റു ഫ്ലേവറിന് വേറെ ഏലക്കാപ്പൊടി അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വാനില ഐസ്ക്രീം ചേർക്കുമ്പം അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ തേങ്ങാപ്പാലിനും കൂടെ ചേർക്കുമ്പോൾ ശരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇതിന്. തണുപ്പ് വേണ്ടവർക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം സെർവ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതെല്ലാം നല്ല തണുത്തതാണ്, അതുകൊണ്ട് അധികം തണുപ്പൊന്നും എടുക്കുന്നില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ വേണമെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ഇട്ടിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക.